എല്ലാവർക്കും നമസ്കാരം. ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. HSA മാത്തമാറ്റിക്സിൻ്റെ എക്സാമാണ് വരുന്ന 8-ാം തീയതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റിവിഷൻ സീരീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ക്ലാസ്സുകൾ വേണോ എന്നുള്ള നിങ്ങളുടെ കമൻറ്റുകളും നിർദ്ദേശങ്ങളും ഒക്കെ ഉറപ്പായിട്ട് നിങ്ങൾ പറയണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്ലാസ്സിൽ ഏകദേശം ഒരു 50 ക്വസ്റ്റ്യൻസ് എങ്കിലും വെച്ച് നമുക്ക് റിവൈസ് ചെയ്യാം. എല്ലാം മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് പകുതി ചോദ്യങ്ങൾ മാത്സിൻ്റെ ഭാഗത്തു നിന്നാണ് എടുത്തിട്ടുള്ളത്. സോ മൊത്തം നമ്മൾ 50 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ആരംഭിച്ചാലോ? ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നോക്കണേ, പ്രീവിയസ്ലി വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പാർഷ്യൽ ഓർഡർ റിലേഷൻ്റെ ഭാഗമല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ റിലേഷൻ നമുക്കറിയാം. റിലേഷൻ എന്ന് പറയുമ്പോൾ റിഫ്ലക്സീവ് ഉണ്ട്, സിമെട്രിക് ഉണ്ട്, ട്രാൻസിറ്റീവ് ഉണ്ട്, പാർഷ്യൽ ഓർഡർ ഉണ്ട്. പാർഷ്യൽ ഓർഡർ റിലേഷൻ ആവണമെങ്കിൽ ഇത് മൂന്നും ആവുന്നതിനെ, റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, ഇത് മൂന്നും ആവുന്നതിനെ നമ്മൾ ഇക്വലൻസ് റിലേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കും. ഇക്വലൻസ് റിലേഷൻ അല്ലാണ്ട് മറ്റൊരു റിലേഷനാണ് പാർഷ്യൽ ഓർഡർ റിലേഷൻ. പാർഷ്യൽ ഓർഡർ റിലേഷൻ ആവണം എന്നുണ്ടെങ്കിൽ റിഫ്ലക്സീവ് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം, പക്ഷേ സിമെട്രിക് ആവണം എന്നില്ല. അതിന് പകരം എന്തായാൽ മതി? ആൻറ്റി സിമെട്രിക് ആയാൽ മതി. റിഫ്ലക്സീവും ട്രാൻസിറ്റീവും ആൻറ്റി സിമെട്രിക്കുമാണ് എന്തിൻ്റെ ഭാഗമായിട്ട് വരിക? പാർഷ്യൽ ഓർഡർ റിലേഷൻ്റെ ഭാഗമായിട്ട് വരിക. സോ പാർഷ്യൽ ഓർഡർ റിലേഷൻ്റെ ഭാഗമല്ലാത്ത പ്രോപ്പർട്ടി എന്താണ്? സിമെട്രിക് എന്ന പ്രോപ്പർട്ടിയാണ് പാർഷ്യൽ ഓർഡർ റിലേഷൻ്റെ ഭാഗമല്ലാത്തത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 1 - 3x + 2x³ ഹോൾ റൈസ് ടു 512, അത് ആ ഒരു വിപുലീകരണത്തിൻ്റെ എക്സ്പാൻഷൻ്റെ ഗുണാങ്കങ്ങളുടെ തുക എന്താണെന്നാണ് ചോദ്യം. ഗുണാങ്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ സം ഓഫ് കോയിഫിഷ്യൻസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ ഏതൊരു ബൈനോമിയൽ എക്സ്പാൻഷനും ആയിക്കോട്ടെ, അതിൻ്റെ ഗുണാങ്കങ്ങളുടെ അഥവാ ഗുണോത്തരങ്ങളുടെ തുക കണ്ടുപിടിക്കണമെങ്കിൽ, സം ഓഫ് കോയിഫിഷ്യൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, എക്സിന് 1 കൊടുത്താൽ എന്ത് കിട്ടും? 1 - 3 × 1 + 2 × 1³ ഹോൾ റൈസ് ടു 512. സോ 1 - 3 + 2 ഹോൾ റൈസ് ടു 512. 2 1 3 - 3 റൈസ് ടു 512, 0 റൈസ് ടു 512 എന്നത് 0 കിട്ടും ആൻസർ. ഓപ്ഷൻ എ 0 ആണ് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. കോയിഫിഷ്യൻസിൻ്റെ സമ്മ് റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു ഫോർമുലയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊരു ബൈനോമിയൽ എക്സ്പാൻഷൻ കിട്ടിയാലും കോയിഫിഷ്യൻസിൻ്റെ സമ്മ് എടുക്കുന്ന ഫോർമുല നമുക്കറിയാം. 1 + x ഹോൾ റൈസ് ടു n നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ ഇതെന്ത് വരും? NC0 + NC1x + NC2x² + NCn x റൈസ് ടു n എന്ന് വരും. ഇവിടെ നമ്മൾ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 + 1 റൈസ് ടു n എന്ന് വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു NC0 + എക്സിനൊക്കെ 1 ആയി കഴിഞ്ഞാൽ NC1 + NC2 + NCn എന്ന് വരും. സോ ഇതാണ് കോയിഫിഷ്യൻസിൻ്റെ സം. NC0 തുടങ്ങി NCn വരെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 റൈസ് ടു n ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. NC0 + NC1 + NC2 + NCn is equal to 2 റൈസ് ടു n. പ്രധാനപ്പെട്ട ഫോർമുലയാണ്. ഇനി ഇതിനകത്ത് ഓഡിൻ്റെയും ഈവൻറ്റിൻ്റെയും ഈവൻ കേസിലും ഉള്ള സമ്മാണെങ്കിൽ, അതായത് NC0 + NC2 + NC4 എക്സെട്ര ആണെങ്കിൽ 2 റൈസ് ടു n - 1 എന്നാണ് വരിക. ഈവൻ്റെ കേസിലാണെങ്കിൽ 2 റൈസ് ടു n - 1 എന്നുള്ളതാണ് ഫോർമുല വരിക. അങ്ങനെയും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും പ്രത്യേകം എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റായിട്ട് പഠിച്ചു വെക്കണേ. എക്സാമിന് ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക. ഇപ്പം 4C0 + 4C1 + 4C2 + 4C3 + 4C4 എന്താണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ സിംപ്ലി 2 റൈസ് ടു 4 എന്ന് നമുക്ക് എഴുതാൻ പറ്റണം. അതായത് NC0 + NC1 + NC2 എക്സെട്ര NCn വരെ പോയി കഴിഞ്ഞാൽ 2 റൈസ് ടു n ആയിരിക്കും ആൻസർ. അപ്പോൾ 4C0 + 4C1 + 4C2 + 4C3 + 4C4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 2 റൈസ് ടു 4 16 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക.
ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഐഡിയ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്ത നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. 2 sin square 30 പ്ലസ് 3 cos square 45 പ്ലസ് cos square 60 എന്താണെന്നാണ് ചോദ്യം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. sin 30 1/2, 1/2ൻ്റെ സ്ക്വയർ 1/4, മൈനസ് 3 ഇൻറ്റു cos 45 1/√2, സ്ക്വയർ എടുത്താൽ 1/2, cos 60 1/2, സ്ക്വയർ എടുത്താൽ 1/4, അതായത് 2/4 മൈനസ് 3/2 പ്ലസ് 1/4. ഓക്കെ, ഈ 3/2 കൂടെ താഴെ നമുക്ക് 4 കൊണ്ടുവരാം. 2/4 മൈനസ് 6/4 പ്ലസ് 1/4 എന്നാക്കാം അല്ലേ. മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി നിങ്ങൾ പറഞ്ഞേ 2ഉം 1ഉം കൂട്ടി 3, 3ൽ നിന്ന് 6 കുറച്ച് മൈനസ് 3/4. ഓക്കെ, ഓപ്ഷൻ ബി മൈനസ് 3/4 വരും ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നാലാമത്തെ ചോദ്യം പ്രീവിയസ്ലി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് അഥവാ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് പറയുന്നത് എ ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് 2x വാല്യൂ എന്താണെന്നാണ് ചോദ്യം. നോക്കണേ, കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് അഥവാ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്നത് എ തന്നിട്ടുണ്ട്. ഇത് രണ്ട് സൈഡിലും സ്ക്വയർ എടുത്താൽ എന്താണ് വരിക? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 വരും. 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറയുന്നത് സൈൻ 2x വരും. ദാറ്റ്സ് ഈക്വൽ ടു എ സ്ക്വയർ. ശരിയാണല്ലോ. സൈൻ 2xൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ 2x എന്ന് പറയുന്നത് എന്താണ്? 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. അതിനോടൊപ്പം തന്നെ 2 ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ ഉണ്ട്. കോസ് 2xന് 4 സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1, 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ടാൻ 2xന് ഒരു സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ, 2 ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. പിന്നെ സൈൻ 3x എന്ന് പറഞ്ഞാൽ 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്. കോസ് 3x എന്ന് പറഞ്ഞാൽ 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ്. ടാൻ 3x എന്ന് പറഞ്ഞാൽ 3 ടാൻ എക്സ് മൈനസ് ടാൻ ക്യൂബ് എക്സ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ എക്സ്. അപ്പോൾ ഈ 2xൽ വരുന്ന ഇത്രയും ഫോർമുലാസും 3xൽ വരുന്ന ഫോർമുലാസും മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ സൈൻ എ പ്ലസ് സൈൻ ബി, കോസ് എ പ്ലസ് കോസ് ബി, സൈൻ ഓഫ് എ പ്ലസ് ബി, കോസ് ഓഫ് എ പ്ലസ് ബി, ടാൻ ഓഫ് എ പ്ലസ് ബി, ടാൻ ഓഫ് എ മൈനസ് ബി, ഇതിൻ്റെ എല്ലാം പ്ലസ് മൈനസ് റിലേഷൻസ് പഠിക്കണം. പിന്നെ ക്വാഡ്രൻ്റ് അനാലിസിസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, ഇത്രയൊക്കെ ട്രിഗണോമെട്രിയിൽ നിന്ന് മസ്റ്റായിട്ട് പഠിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? സൈൻ 2x എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് 1 എന്ന് വരും. കോസ് 2x കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. കോസ് 2xൻ്റെ ഫോർമുല എന്താണ്? റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ 2x അല്ലേ. സൈൻ സ്ക്വയർ 2xും കോസ് സ്ക്വയർ 2xും ആഡ് ചെയ്താൽ 1 കിട്ടണം. കോസ് 2x കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തെടുത്താൽ മതി? റൂട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ 2x എടുത്താൽ മതി. സോ എന്ത് വരും? റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ 2x എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് 1 ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കണം. ഓക്കെ, ഇത് ചെയ്തെടുത്തേ. എന്ത് വരും? റൂട്ട് ഓഫ് 1 മൈനസ് ഓഫ് എ റൈസ് ടു 4 മൈനസ് 2a സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 1 മൈനസ് എ റൈസ് ടു 4 പ്ലസ് 2a സ്ക്വയർ മൈനസ് 1 എന്ന് വരും. പ്ലസ് 1 മൈനസ് 1 കട്ട് ചെയ്യാം. 2a സ്ക്വയർ നമുക്ക് ആദ്യം എഴുതാം. മൈനസ് എ റൈസ് ടു 4, അവിടെ നമുക്ക് എ സ്ക്വയർ പുറത്തെടുത്താൽ ബാക്കി 2 മൈനസ് എ സ്ക്വയർ എന്ന് വരും. ഓക്കെ, റൂട്ട് എ സ്ക്വയർ എന്ന് പറയുന്നത് എ ആവും. ബാക്കി റൂട്ടിനുള്ളിൽ 2 മൈനസ് എ സ്ക്വയർ. സോ എ ഇൻറ്റു റൂട്ട് 2 മൈനസ് എ സ്ക്വയർ എന്നുള്ളതാണ് ആൻസർ വരിക. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി, എ ഇൻറ്റു റൂട്ട് 2 മൈനസ് എ സ്ക്വയർ. അതായിരുന്നു നാലാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം നോക്കോളൂ. ഒരു അർദ്ധഗോളത്തിൻ്റെ വ്യാസം 12 സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ, വ്യാസം എന്ന് പറയുന്നത് ഡയമീറ്റർ, ആരമെന്ന് പറഞ്ഞാൽ റേഡിയസ്, ഡയമീറ്റർ 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്ര ഉപരിതല വിസ്തീർണം, വക്ര ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സർഫസ് ഏരിയ, ലാറ്ററൽ സർഫസ് ഏരിയ. അർദ്ധഗോളത്തിനാണെങ്കിൽ എന്തുണ്ടാവും? LSA ഉണ്ടാവും, BA ഉണ്ടാവും, ബേസ് ഏരിയ ഉണ്ടാവും, ലാറ്ററൽ സർഫസ് ഏരിയ ഉണ്ടാവും. അർദ്ധഗോളത്തിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്താണ്?
2πr² ആണ്. ബേസ് ഏരിയ πr², ടോട്ടൽ സർഫസ് ഏരിയ അഥവാ TSA എന്ന് പറയുന്നത് 2πr² + πr², 3πr² വരും അതിൻ്റെ TSA. നോക്കണേ, അപ്പോൾ നമ്മളോട് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഉപരിതല വിസ്തീർണം ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. ഓക്കെ, ഇവിടെ വാല്യൂ കൊടുത്താൽ മതി. 2π ഇൻറ്റു ഡയമീറ്റർ ആണ് 12, അപ്പോൾ റേഡിയസ് ഡയമീറ്ററിൻ്റെ പകുതിയാണ് 12/2, 6 വരും. സോ 6². 2π ഇൻറ്റു 36 എന്ന് വരും. ആൻസർ എന്ത് വരും? 72π വരും ആൻസർ. ഓപ്ഷൻ ബി 72π ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഓക്കെ, ആറാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 6. സെറ്റ് 1 2 3 4 5 എന്ന ഗണത്തിൻ്റെ ശൂന്യമല്ലാത്ത ഉപഗണങ്ങളുടെ എണ്ണം. ഓക്കെ, ഒരു സബ്സെറ്റ്, ഉപഗണങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സെറ്റ്. ഒരു സബ്സെറ്റ് ശൂന്യഗണമാണ് എന്ന് നമുക്കറിയാം. എംപ്റ്റി സെറ്റ്. ശൂന്യഗണം എന്ന് പറഞ്ഞാൽ എംപ്റ്റി സെറ്റ്, ശൂന്യമല്ലാത്തതെന്ന് പറഞ്ഞാൽ നോൺ എംപ്റ്റി സെറ്റ്. ഓക്കെ, നമ്പർ ഓഫ് നോൺ എംപ്റ്റി സബ്സെറ്റ്സ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? നമ്പർ ഓഫ് നോൺ എംപ്റ്റി സബ്സെറ്റ്സ് ഈക്വൽ ടു 2n - 1. 2 എത്ര എലമെൻ്റ് ഉണ്ട്? 5 എലമെൻറ്റുകളുണ്ട്. 2⁵ - 1 32 - 1 31 ആണ് ഇവിടെ നമുക്ക് ആൻസർ കിട്ടുക. ഓപ്ഷൻ സി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു നമ്പർ ഓഫ് സബ്സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം? ആദ്യമേ തന്നെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ചോദിക്കാം. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ 2n ആണ് ഫോർമുല. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ചോദിക്കാം. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റ് തന്നെ അതിൻ്റെ സബ്സെറ്റാണ്. ആ കണ്ടീഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള സബ്സെറ്റുകളെയാണ് പ്രോപ്പർ സബ്സെറ്റ് എന്നുള്ള പേരിട്ട് വിളിക്കുക. അത് 2n - 1 ആണ്. ഇതേപോലെ നമ്പർ ഓഫ് നോൺ എംപ്റ്റി സബ്സെറ്റുകൾ ചോദിക്കാം. ഇപ്പോൾ ചോദിച്ച ചോദ്യം അതും എന്ത് തന്നെയാണ്? ഒരു സബ്സെറ്റ് എംപ്റ്റി ആയിരിക്കും എന്ന് നമുക്കറിയാം. 2n ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റിൽ ഒരെണ്ണം എന്തായാലും എംപ്റ്റി ആയിരിക്കും. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നോൺ എംപ്റ്റി കിട്ടും. 2n നിന്നും 1 കുറച്ചാൽ മതി. ഓക്കെ, പിന്നെന്ത് ചോദിക്കാം? നമ്പർ ഓഫ് നോൺ എംപ്റ്റി പ്രോപ്പർ ചോദിക്കാം. നോൺ എംപ്റ്റിയും പ്രോപ്പറുമായിട്ടുള്ള സബ്സെറ്റുകളുടെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ മൊത്തം 2 പേരെ ഒഴിവാക്കണം. എംപ്റ്റി ആയിട്ടുള്ള സബ്സെറ്റ്, എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് കണ്ടീഷൻ അഥവാ പ്രോപ്പർ കണ്ടീഷനും ഒഴിവാക്കണം. ഇംപ്രോപ്പർ കണ്ടീഷനും ഒഴിവാക്കണം. പിന്നെ നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് എന്ന് പറയുന്ന അഥവാ വോയിഡ് സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് എന്ന് പറയുന്ന നോൺ എംപ്റ്റി കണ്ടീഷൻ ഒഴിവാക്കണം. ആ 2 കണ്ടീഷൻസ്, 2 സെറ്റുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് നോൺ എംപ്റ്റി പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം കിട്ടും. പിന്നെ പവർ സെറ്റിൽ എത്ര എലമെൻ്റ് ഉണ്ടെന്ന് ചോദിക്കാം. അതും ഫോർമുല 2n ആണ്. കാരണം സബ്സെറ്റുകളുടെ, ഉപഗണങ്ങളുടെ ഗണത്തിനെയാണ് പവർ സെറ്റ് എന്നുള്ള പേരിട്ട് വിളിക്കുക. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പവർ സെറ്റ് ചോദിച്ചാലും 2n തന്നെയാണ് കേട്ടോ. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പവർ സെറ്റ് ചോദിച്ചാലും ഫോർമുല 2n ആണ്. അപ്പോൾ ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വരാനാണ് ചാൻസ്. മസ്റ്റായിട്ടും നോക്കി വയ്ക്കുക. ഇത് 5 എണ്ണവും അറിയുന്നുണ്ടാവണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 7ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. f(x) എന്ന് പറയുന്നത് 2x + 3 ആണ്. g(x) എന്ന് പറയുന്നത് x² + 1 ആണ്. അങ്ങനെയാണെങ്കിൽ g കോമ്പോസിഷൻ f(x) എന്താണെന്നാണ് ചോദ്യം. g കോമ്പോസിഷൻ f(x)ൻ്റെ ഫോർമുല എന്താണ്? g(f)(x). കോമ്പോസിഷനിൽ 2 ഫോർമുലയാണ് പഠിച്ചു വെക്കേണ്ടത്. f കോമ്പോസിഷൻ g(x) എന്ന് പറയുന്നത് f(g)(x) എന്നുള്ള ഫോർമുല പഠിക്കണം. g കോമ്പോസിഷൻ f(x) എന്നുള്ളത് g(f)(x) എന്നുള്ള ഫോർമുല പഠിക്കണം. ഇങ്ങനെ 2 ഫോർമുലയാണ് നിങ്ങൾ പ്രധാനമായിട്ടും കോമ്പോസിഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ ചോദിക്കുന്ന g കോമ്പോസിഷൻ f(x) ആണ്. അത് g(f)(x) ആണ്. സോ g(f)(x) ആരാ? 2x + 3. നോക്കണേ, അപ്പോൾ g(x)ൽ ഈ x മാറി ആര് വരുവാണ്? 2x + 3 വരുവാണ്. അപ്പോൾ ഈ ആൻസറിലും x റീപ്ലേസ് ചെയ്തുകൊണ്ട് 2x + 3 വരും. അതിന് സ്ക്വയർ എടുക്കണം, 1 കൂട്ടണം. ഇതെന്താണ്? 4x² + a² + 2ab.
2 into 2 4, 4 into 3 12, 12x plus 3 square 9 plus 1. ഓക്കെ, എന്ത് വരും? 4x സ്ക്വയർ പ്ലസ് 12x പ്ലസ് 10 വരും ആൻസർ ഓപ്ഷൻ ബി അല്ലേ. 4x സ്ക്വയർ പ്ലസ് 12x പ്ലസ് 10 ഓപ്ഷൻ ബി ആണ് ആൻസർ കിട്ടുക. എട്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. നോക്കിക്കേ, 1 പ്ലസ് എക്സ് മൈനസ് 3x സ്ക്വയർ ഹോൾ റൈസ് ടു 105 എന്ന വിപുലീകരണത്തിൻ്റെ ഗുണോത്തരങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഗുണോത്തരങ്ങളുടെ തുക അഥവാ ഗുണാങ്കങ്ങളുടെ തുക കണ്ടുപിടിക്കണമെങ്കിൽ എക്സിന് 1 കൊടുത്താൽ മതി. സോ 1 പ്ലസ് 1 മൈനസ് 3 ഹോൾ റൈസ് ടു 105, 2 മൈനസ് 3 റൈസ് ടു 105, മൈനസ് 1 റൈസ് ടു 105, മൈനസ് 1 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. നമുക്കറിയാം മൈനസ് 1ൻ്റെ പവറിൽ ഈവൻ നമ്പറാണ് വരുന്നതെങ്കിൽ ആൻസർ 1ഉം, മൈനസ് 1ൻ്റെ പവറിൽ ഓഡ് നമ്പറാണ് വരുന്നതെങ്കിൽ ആൻസർ മൈനസ് 1ഉം ആണ്. സോ ഓപ്ഷൻ ബി മൈനസ് 1 ആണ് ഇവിടെ ആൻസർ കിട്ടുക. ഓക്കെ, ഒൻപതാമത്തെ ചോദ്യം നോക്കിക്കോളൂ. സൈൻ 75ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, 75 വന്നാൽ എന്ത് ചെയ്യണം? ഇത് കുറച്ച് മസ്റ്റായിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. അതായത് സൈൻ 75 സാധാരണ വരാറുള്ള കാര്യങ്ങളാണ്. സൈൻ 75 ചോദിക്കാറുണ്ട്, കോസ് 75 ചോദിക്കാറുണ്ട്, ടാൻ 75 ചോദിക്കാറുണ്ട്, സൈൻ 15 ചോദിക്കാറുണ്ട്, കോസ് 15 ചോദിക്കാറുണ്ട്, ടാൻ 15 ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത് ഇത്രയും നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ ചെയ്യാൻ അറിയണം. ഓക്കെ, ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് 75 വരുന്ന കേസിലെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? 45 പ്ലസ് 30 എന്ന് എഴുതണം. ഓക്കെ, 15 വരുന്ന കേസിലെല്ലാം തന്നെ 45 മൈനസ് 30 എന്ന് എഴുതണം. അപ്പോൾ ഇത് അതാത് പ്ലേസിൽ കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഓഫ് എ പ്ലസ് ബി, കോസ് ഓഫ് എ പ്ലസ് ബി, ടാൻ ഓഫ് എ പ്ലസ് ബി, അല്ലെങ്കിൽ സൈൻ ഓഫ് എ മൈനസ് ബി, കോസ് ഓഫ് എ മൈനസ് ബി, ടാൻ ഓഫ് എ മൈനസ് ബി ഫോർമുല വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈനലായിട്ടുള്ള ഉത്തരത്തിലേക്ക് ഈസി ആയിട്ട് എത്താനായിട്ട് പറ്റും. ഓക്കെ, സോ ഇവിടെ സൈൻ 75 ആണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 75 വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 45 പ്ലസ് 30 എന്ന് എഴുതണം. സൈൻ ഓഫ് എ പ്ലസ് ബി, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി, സൈൻ 45 1/√2, കോസ് 30 √3/2, കോസ് 45 1/√2, സൈൻ 30 1/2. സോ √3/2 √2 പ്ലസ് 1/2 √2 എന്ത് വരും? √3 പ്ലസ് 1/2 √2 അല്ലേ. ഓപ്ഷൻ ബി √3 പ്ലസ് 1/2 √2 എന്നുള്ളതാണ് നമുക്ക് ഫൈനലായിട്ടുള്ള ആൻസർ കിട്ടുക. ഓക്കെ ആണല്ലോ, √3 പ്ലസ് 1/2 √2 ക്ലിയർ ആണേ. അതേപോലെ ടാൻ 15 ഒക്കെ മസ്റ്റായിട്ട് നോക്കി വയ്ക്കുക. ടാൻ 15ൻ്റെ ഒക്കെ പ്രത്യേകത ഈ നമ്മളിപ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആയിരിക്കില്ല ഒരുപക്ഷെ ഓപ്ഷനിൽ ഉണ്ടാവുക. നമുക്ക് കിട്ടുന്ന ഉത്തരത്തിനെ റാഷണലൈസ് ചെയ്ത് കിട്ടുന്ന, കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് കിട്ടുന്ന സാധനമായിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. അതും കൂടെ ശ്രദ്ധിച്ചോണേ. എക്സാമ്പിൾ നമ്മൾ ടാൻ 15 നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ സ്ഥലം ഉണ്ടെങ്കിൽ എഴുതാം. നോക്ക്, ഇപ്പോൾ ടാൻ 15 ആണെന്ന് വെച്ചോളൂ. ടാൻ 15നെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പഠിച്ചേ? ടാൻ 45 മൈനസ് 30 എന്ന് എഴുതാമെന്നാണ് നമ്മൾ പഠിച്ചത്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ടാൻ ഓഫ് എ മൈനസ് ബി അപ്ലൈ ചെയ്യാം. എന്ത് വരും? ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ടാൻ 45 1, ടാൻ 30 1/√3, 1 പ്ലസ് ടാൻ 45 1 വരും, ടാൻ 30 1/√3. ക്രോസ് ചെയ്താൽ √3 മൈനസ് 1/√3 പ്ലസ് 1 എന്ന് വരും. √3 കട്ടായി പോകും. ഈ ഓപ്ഷൻ ഒരുപക്ഷെ ഉണ്ടാവണം എന്നില്ല. √3 മൈനസ് 1/√3 പ്ലസ് 1 എന്നുള്ള ഉത്തരം നമുക്ക് ഓപ്ഷനിൽ ഉണ്ടാവണം എന്നില്ല. ഇതിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള സാധനമായിരിക്കും ഉണ്ടാവുക. ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ കോൺജുഗേറ്റ് √3 പ്ലസ് 1നെ റാഷണലൈസ് ചെയ്യുക. അതായത് √3 മൈനസ് 1 കൊണ്ട് എന്ത് ചെയ്യുക? മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കണേ, അതായത് √3 മൈനസ് 1/√3 പ്ലസ് 1 ആണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്. ഡിനോമിനേറ്റർ √3 പ്ലസ് 1 ആണ്. അതിൻ്റെ കോൺജുഗേറ്റ് ആയിട്ടുള്ള √3 മൈനസ് 1 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. മുകളിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്ത് വരും? √3 മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് വരും. എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ √3യുടെ സ്ക്വയർ 3, 2ab 2√3, ബി സ്ക്വയർ 1ൻ്റെ സ്ക്വയർ 1. താഴെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ,
റൂട്ട് 3യുടെ സ്ക്വയർ 3 മൈനസ് 1ൻ്റെ സ്ക്വയർ 1. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 1 4 മൈനസ് 2 റൂട്ട് 3 ബൈ 2 എന്ന് വരും. ഇത് സ്പ്ലിറ്റ് ചെയ്താൽ 2 മൈനസ് റൂട്ട് 3 എന്ന് വരും. ഓക്കെ, 4/2 2 വരും, 2 റൂട്ട് 3/2 റൂട്ട് 3 വരും, 2 മൈനസ് റൂട്ട് 3 എന്ന് കിട്ടും. അപ്പോൾ ടാൻ 15ൻ്റെ ആൻസർ 2 മൈനസ് റൂട്ട് 3. ഓക്കെ, ഈ 2 മൈനസ് റൂട്ട് 3 ആയിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റാണേ. അപ്പോൾ അത് മസ്റ്റായിട്ട് നോക്കി വെച്ചോളൂ കേട്ടോ. യെസ്. പിന്നെ മുൻപ് പ്രാവശ്യം ടാൻ π/8 ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ റൂട്ട് 2 മൈനസ് 1 ഓർത്തിരിക്കുക കേട്ടോ. സിംപ്ലിഫൈ ചെയ്യാൻ എടുക്കാനാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. റൂട്ട് 2 മൈനസ് 1 ആണ് ഇതിൻ്റെ വാല്യൂ വരിക. ഇതും കൂടെ ഓർത്തിരിക്കുക, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ശരിക്കും ഈ π/8നെ എക്സ് എന്ന് എടുക്കുക, പിന്നെ അവിടുന്ന് 2x എടുക്കണം, അത് π/4 വരും. എന്നിട്ട് രണ്ട് സൈഡിലും ടാൻ എടുത്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ ആക്കി ചെയ്യേണ്ട സാധനമാണിത്. അതിനകത്ത് റൂട്ട് 2 മൈനസ് 1 ആണ് ചെയ്തു വരുമ്പോൾ ഫൈനലി കിട്ടുന്ന ഉത്തരം. അപ്പോൾ അത് ടാൻ π/8 കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളൂ ഇതിൻ്റെ കൂടെ. ഓക്കെ, 10ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നോക്കിക്കേ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. എ ബി സി എന്നീ പൂർണ്ണസംഖ്യകൾക്ക് a+c എന്ന് പറയുന്നത് b ആയാൽ ax² മൈനസ് bx പ്ലസ് c ഇസ് ഈക്വൽ ടു 0 എന്ന സമവാക്യത്തിൻ്റെ പരിഹാരങ്ങൾ എങ്ങനെയുള്ള പരിഹാരമായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. തുല്യമായിരിക്കും, റാഷണൽ ആയിരിക്കും, ഇറാഷണൽ ആയിരിക്കും, കോംപ്ലക്സ് ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് തീരുമാനിക്കുന്ന സാധനം ഡിസ്ക്രിമിനൻ്റ് ആണ്. ഡിസ്ക്രിമിനൻ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് സൊല്യൂഷൻ, വ്യത്യസ്തവും റിയലുമായ സൊല്യൂഷൻസ് ആണ് നമുക്ക് കിട്ടുക. ഡിസ്ക്രിമിനൻ്റ് ലെസ് ദാൻ 0 ആണെങ്കിൽ കോംപ്ലക്സ് നമ്പറുകളായിരിക്കും സൊല്യൂഷൻ. ഡിസ്ക്രിമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള തുല്യമായ റൂട്ടുകളായിരിക്കും കിട്ടുക. ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്നത് b² മൈനസ് 4ac. ഇവിടെ മൈനസ് ബിയുടെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a ഇൻറ്റു c, അതായത് b² മൈനസ് 4ac. നോക്ക്, ബിക്ക് പകരം എന്ത് കൊടുക്കുക? a+c കൊടുക്കുക. a+cയുടെ സ്ക്വയർ മൈനസ് 4ac, a² പ്ലസ് 2ac പ്ലസ് c² മൈനസ് 4ac അല്ലേ? a+b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്തു. a² 2ac നിന്ന് 4ac കുറച്ചാൽ മൈനസ് 2ac പ്ലസ് c². ഇതെന്താണ്? a മൈനസ് c ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ഇപ്പോൾ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്ന സാധനം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡിസ്ക്രിമിനൻ്റ് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ ഡിസ്ക്രിമിനൻ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റൂട്ടുകൾ എന്തായിരിക്കും? റാഷണൽ ആയിട്ടുള്ള നമ്പറുകളായിരിക്കും. p/q ഫോമിൽ എഴുതാൻ കഴിയുകയും പിയും ക്യൂവും ഇൻറ്റിജേഴ്സുമായിട്ട് വരുന്ന റാഷണൽ നമ്പറുകളായിരിക്കും നമുക്ക് കിട്ടുന്ന രണ്ട് റൂട്ടുകൾ. എന്തുകൊണ്ടാണ്? റൂട്ട് b² മൈനസ് 4ac എടുത്താൽ ഒരു പെർഫെക്റ്റ് റൂട്ട് കിട്ടൂലേ? പെർഫെക്റ്റ് സ്ക്വയറിന് ഒരു പെർഫെക്റ്റ് റൂട്ട് ഉണ്ടാവും, ശരിയല്ലേ? അപ്പോൾ ആ -b പ്ലസ് ഓർ മൈനസ് ഒരു നമ്പറാണ് കിട്ടുക, ഒരു പെർഫെക്റ്റ് റൂട്ടുള്ള നമ്പറാണ്. /2a എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു p/q ഫോമിൽ പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ അത് റാഷണൽ ആണെന്ന് പറയാൻ പറ്റും. ഇനി പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഇറാഷണൽ ആയിരിക്കും. കാരണം അവിടെ ഇപ്പോൾ റൂട്ട് 3 ഒക്കെ ഉണ്ടെന്ന് വെച്ചോളൂ. റൂട്ട് 3 ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായി? കറക്റ്റ് റൂട്ട് ഇല്ലാത്തൊരു സംഖ്യയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സാധനം ഇറാഷണൽ ആയിരിക്കും. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഐഡിയ പിടി കിട്ടിയോ? 11ാമത്തെ ചോദ്യം നോക്കിയോളൂ. f(x) = e⁻²x എന്ന ഏകദത്തിൻ്റെ പ്രതിലോമം എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? f(x)നെ y-യുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടുന്ന് സോൾവ് ചെയ്ത് x കണ്ടുപിടിക്കണം. e⁻²x = y. രണ്ട് സൈഡിലും ലോഗ് എടുത്താൽ ലോഗ് e⁻²x = ലോഗ് y എന്ന് വരും. ഓക്കെ, ലോഗ് a⁻n എന്ന് പറഞ്ഞാൽ n log a ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അത് പ്രകാരം 2x താഴെ വരും. 2x ഇൻറ്റു ലോഗ് e = ലോഗ് y എന്ന് വരും. അവിടുന്ന് ലോഗ് e 1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ 2x = ലോഗ് y എന്ന് വരും. അപ്പോൾ അവിടെ നമുക്ക് x കിട്ടും. x = ½ ഇൻറ്റു ലോഗ് y, 2 ഇപ്പുറം കൊണ്ട് ഹരിച്ചു. ഇനി n log a എന്ന് പറഞ്ഞാൽ ലോഗ് a⁻n ആണെന്ന് നമുക്കറിയാം. നമ്മളിവിടെ എഴുതിയിട്ട ഫോർമുല തന്നെയാണ്. അപ്പോൾ അത് പ്രകാരം ലോഗ് y⁻½ എന്ന് വരും.
ഓക്കെ, എക്സ് റൈസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ലോഗ് റൂട്ട് വൈ എന്ന് വരും. ഇതെന്താണ്? എഫ് ഇൻവേഴ്സ് ഇൻ ടേംസ് ഓഫ് വൈ ആണ് ഇത്. ഓക്കെ, നമുക്ക് ഇൻവേഴ്സ് ഇൻ ടേംസ് ഓഫ് എക്സിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സിനെ വൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സിന് കിട്ടുന്ന വിലയാണ് നമ്മൾ വാല്യൂവിനെയാണ് ഇൻവേഴ്സ് എന്ന് വിളിക്കുക, നമുക്കറിയാം. ഇൻവേഴ്സ് ഇൻ ടേംസ് ഓഫ് എക്സ്, എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ മാറ്റി എക്സ് ആക്കുക, ലോഗ് റൂട്ട് എക്സ്. ഓക്കെ, എൽ എൻ റൂട്ട് എക്സ്, ഇവിടെ നാച്ചുറൽ ലോഗരിതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ സി എൽ എൻ റൂട്ട് എക്സ് എന്നുള്ളതാണ് നമുക്ക് എന്ത് കിട്ടുക? ഫൈനലായിട്ടുള്ള ആൻസർ കിട്ടുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതായിരുന്നു നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 12ാമത്തെ ചോദ്യം നോക്കോളൂ. y is equal to root of x minus 5 into 3 minus x എന്ന രേഖീയ ഏകതത്തിൻ്റെ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ്റെ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഡൊമെയിൻ, രംഗം എന്ന് പറയുന്നതാണ് റേഞ്ച്. ഓക്കെ, നോക്കണേ, ഇതിൻ്റെ ഡൊമെയിൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എക്സിന് വാല്യൂസ് കൊടുക്കുമ്പോൾ ഡിഫൈൻഡ് ആവുന്ന രീതിയിൽ വേണം വാല്യൂസ് കൊടുക്കാൻ, അല്ലേ? അങ്ങനെ ഡിഫൈൻഡ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കണമെങ്കിൽ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല, ലോഗിനകത്ത് 0 വരാൻ പാടില്ല, ലോഗിനകത്ത് നെഗറ്റീവ് വരാൻ പാടില്ല, ഡിവിഷൻ ബൈ 0 വരാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള നോട്ട് ഡിഫൈൻഡ് കേസസ് ഒക്കെ നമുക്കറിയാം. ഇത് വരാത്ത ഒരു കേസ് നമുക്ക് നോക്കണം. അപ്പോൾ ഇവിടെ റൂട്ടാണ്, ഇപ്പോൾ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് പോസിബിൾ അല്ല, റൂട്ടിനുള്ളിൽ പക്ഷേ 0 പോസിബിൾ ആണ്. എക്സ് മൈനസ് 5 ഇൻറ്റു 3 മൈനസ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, ജസ്റ്റ് നമ്പർ ലൈൻ വരച്ചിട്ട് ഈക്വൽ ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴുള്ള ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നോക്കുക. 3ഉം 5ഉം ആണ് പോയിൻറ്റ്സ് വരിക. ഇതിനിടയിലുള്ള ഒരു പോയിൻ്റ് എടുത്ത് ചെക്ക് പോയിൻ്റ് ആയിട്ട് എടുത്തിട്ട് ഫംഗ്ഷനിൽ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 3നും 5നും ഇടയിൽ 4, 4 മൈനസ് 5 ഇൻറ്റു 3 മൈനസ് 4 എന്താണ് വരിക? -1 ഗുണം -1, 1 ഗ്രേറ്റർ ദാൻ 0 ശരിയാണ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ ട്രൂ ആണ്, അതിനിപ്പുറത്തും ഫോൾസ് ആയിരിക്കും, ഇപ്പുറത്തും ഫോൾസ് ആയിരിക്കും. ഓക്കെ, സോ ട്രൂ ആയിട്ടുള്ള ഇൻ്റർവെല്ലാണ് നമ്മുടെ ഡൊമൈൻ എന്താണ് വരിക? ഈക്വൽ ടു ഉള്ളതുകൊണ്ട് ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്, ക്ലോസ്ഡ് 3, 5. ഓപ്ഷൻ സി ക്ലോസ്ഡ് 3, 5 ആണ് ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിങ്ങനെ നോക്കിയാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാതെ പഠിച്ചാലേ പറ്റൂ എന്നുള്ളവർക്ക് കാണാതെ പഠിക്കണമെങ്കിൽ ഞാനൊരു സ്റ്റെപ്പിൽ എഴുതാനുള്ള വഴി വേണേൽ പറഞ്ഞുതരാം. y is equal to root x minus b into a minus x എന്നുള്ള രൂപത്തിലാണ് ചോദ്യമെങ്കിൽ ഡൊമൈൻ വരുന്നത് ക്ലോസ്ഡ് എ ബി ആയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ക്ലോസ്ഡ് 3, 5 ആയിരിക്കും ഇവിടെ ആൻസർ വരിക. ഇത് ജനറലൈസ് ചെയ്ത് പഠിക്കണമെന്നുള്ളവർക്ക് ഇങ്ങനെ പഠിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഇൻ്റർവെല്ലിൽ വേവി കർവി മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അതിൻ്റെ ആവശ്യമില്ല, ചെക്ക് പോയിൻ്റ് കൊടുക്കുന്നതാണ് എന്തുകൊണ്ടും എളുപ്പം, സിമ്പിളായിട്ടുള്ള കേസ് ആയതുകൊണ്ട്. ക്വാഡ്രാറ്റിക് ഇനീക്വാളിറ്റി സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 13ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 5 ബൈ എക്സ് മൈനസ് 5 എക്സ് നോട്ട് ഈക്വൽ ടു 5 എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ എന്ന ഏകതത്തിൻ്റെ രംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? റേഞ്ച് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോഡ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് എക്സ് ഫോർ എക്സ് ലെസ് ദാൻ 0 എന്ന് പഠിച്ചിട്ടുണ്ട്. മോഡ് എക്സിനെ എക്സ് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സാധനം, ഇത് നോട്ടായിട്ട് പറയുകയാണേ, എപ്പോഴും ചോദിക്കാറുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. എക്സ് ബൈ എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് എക്സ് ബൈ എക്സ് ഫോർ എക്സ് ലെസ് ദാൻ 0. അതായത് 1 for x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് 1 for x ലെസ് ദാൻ 0. ഈ മോഡ് എക്സ് ബൈ എക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് SGN ഓഫ് എക്സ്, സൈനം ഫംഗ്ഷൻ എന്ന് പറയാം, അല്ലേ? സൈനം ഫംഗ്ഷൻ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. സൈനം ഫംഗ്ഷൻ്റെ റേഞ്ച് എന്തൊക്കെയാണ്? 1, -1, 0 ഇങ്ങനെയുള്ള 3 പോയിൻ്റാണ്. ഈക്വൽ ടു 0യിൽ 0യും വരും സൈനം ഫംഗ്ഷൻ്റെ കേസിൽ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. സോ ഇതിനകത്ത് നോക്ക്, ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്കിവിടെ ചോദ്യം വന്നിട്ടുള്ളത്. മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് മോഡിഫൈ ചെയ്താൽ എന്ത് വരും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു
മോഡ് എക്സിന് പകരം വാല്യൂ കൊടുക്കുക. മോഡ് എക്സിന് പകരം മോഡ് എക്സ് മൈനസ് 5 എന്ന് പറയുന്നത് എക്സ് മൈനസ് 5 ആവാം ബൈ എക്സ് മൈനസ് 5 ഇഫ് എക്സ് മൈനസ് 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മോഡ് എക്സ് മൈനസ് 5 മൈനസ് ഓഫ് എക്സ് മൈനസ് 5 ആവാം ബൈ എക്സ് മൈനസ് 5 ഇഫ് എക്സ് മൈനസ് 5 ലെസ് ദാൻ 0. ഇത് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള രണ്ട് വിലകൾ 1 ഇഫ് എക്സ് മൈനസ് 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് -1 ഇഫ് എക്സ് മൈനസ് 5 ലെസ് ദാൻ 0. അതുകൊണ്ടാണ് ഈ മോഡ് എക്സ് കണ്ടിന്യൂസ് ആവാത്തതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കോയിൻസൈഡ് ചെയ്യാതെ മോഡ് എക്സ് ബൈ എക്സ് ഒന്നും ഒരിക്കലും കണ്ടിന്യൂസ് ആവില്ല. ശരിയല്ലേ? ലെഫ്റ്റ് ലിമിറ്റ് എടുത്താൽ 1ഉം റൈറ്റ് ലിമിറ്റ് എടുത്താൽ -1ഉം ആയിരിക്കുമല്ലോ നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ അത് ലിമിറ്റ് ഡസിൻ്റ് എക്സിസ്റ്റ് എന്നുള്ള കൺക്ലൂഷനിലാണ് വരിക. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് ചോദിക്കാറുണ്ട്. സോ അപ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് ഉത്തരങ്ങൾ 1ഉം -1ഉം ആണ് റേഞ്ച്. ഈ രണ്ട് ഉത്തരങ്ങളെ നമുക്ക് എന്തിലുണ്ടാവുള്ളൂ? നമ്മുടെ റേഞ്ചിലുണ്ടാവുള്ളൂ. രംഗം എന്ന് പറയുന്നത് 1 -1 എന്നതാണ് ഉത്തരം വരിക. ഓപ്ഷൻ സി 1 -1 ആണ് നമ്മുടെ രംഗം അഥവാ റേഞ്ച്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. വെക്ടേഴ്സിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കണേ. മോഡുലസ് ഓഫ് എ ഇസ് ഈക്വൽ ടു 3, മോഡുലസ് ഓഫ് ബി ഇസ് ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എ ഇസ് ഈക്വൽ ടു 3, മോഡുലസ് ഓഫ് ബി ഇസ് ഈക്വൽ ടു 4, മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് √7 ആണെങ്കിൽ എ ഡോട്ട് ബി എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് √7 ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വെക്ടർ സ്ക്വയർ ചെയ്താലും അത് മോഡ് എടുത്തിട്ട് സ്ക്വയർ ചെയ്യുന്നത് ഒന്നാണ്. ഡോട്ട് പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് ഇത് സെയിം ആയിട്ടാണ് വരിക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? സോ ഇത് സ്ക്വയർ എടുക്കുക. മോഡ് എ മൈനസ് ബി നമ്മുടെ കയ്യിൽ എന്തുണ്ട്? √7 ഉണ്ട്. ഇത് സ്ക്വയർ എടുത്താൽ എന്താണ് വരിക? എ സ്ക്വയർ -2a ഡോട്ട് ബി പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു √7ൻ്റെ സ്ക്വയർ നമുക്ക് 7 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതെന്താവും? വെക്ടർ എ സ്ക്വയർ എന്ന് പറയുന്നത് മോഡ് എ സ്ക്വയർ എന്ന് വരും. വെക്ടർ ബി സ്ക്വയർ എന്ന് പറയുന്നത് മോഡ് ബി സ്ക്വയർ എന്ന് വരും. -2 ഇൻറ്റു എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 7. മോഡ് എക്ക് പകരം 3 കൊടുക്കാം, 3 സ്ക്വയർ. മോഡ് ബിക്ക് പകരം 4 കൊടുക്കാം, 4 സ്ക്വയർ. -2 ഇൻറ്റു എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 7. ഇവിടുന്ന് -2 ഇൻറ്റു എ ഡോട്ട് ബി ഇപ്പുറം എടുത്താൽ 2 ഇൻറ്റു എ ഡോട്ട് ബി എന്ന് വരും. 9 + 16 + 7 ഇപ്പുറം എടുത്താൽ -7. 25ൽ നിന്നും 7 കുറച്ച് 18. അവിടുന്ന് എ ഡോട്ട് ബി എന്ത് കിട്ടും? 18/2 9 വരും ആൻസർ. ഓപ്ഷൻ സി 9 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, എ ഡോട്ട് ബി കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം. എ ഡോട്ട് ബിയുടെ ഫൈനൽ ആൻസർ എന്താണ് വരിക? 9 വരും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കണേ. വെക്ടർ എ ഇസ് ഈക്വൽ ടു 5y + 3j + 4k എന്ന സദിശവും പോസിറ്റീവ് എക്സ് ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന കോണളവ് ആൽഫയാണെങ്കിൽ കോസ് ആൽഫ എന്താണ്? എന്താണ് ഡയറക്ഷൻ? കൊസൈനിലുള്ള ഒരാളല്ലേ കോസ് ആൽഫ. LMN, L² + M² + N² 1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. L കോസ് ആൽഫ, M കോസ് ബീറ്റ, N എന്ന് പറയുന്നത് കോസ് ഗാമ, വെർ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ആർ ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ലൈൻ വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് X, Y and Z ആക്സിസ് റെസ്പെക്റ്റീവ്ലി. Then L is equal to cos alpha, M is equal to cos beta and N is equal to cos gamma are the direction cosines respectively എന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ്. അതിനകത്ത് L കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ, കോസ് ആൽഫ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? x/√(x² + y² + z². ഓക്കെ, ഇപ്പം എക്സ് എന്ന് പറയുന്നത് 5/√, കോസ് ആൽഫ എടുക്കാനാണ് ചോദ്യം. 5² + 3² + 4². 5/√, 25 + 9 + 16. 16 9 25, 25 25 50. 5/√50.
ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം? 5 ഡിവൈഡഡ് ബൈ റൂട്ട് 50 നമുക്ക് റൂട്ട് 25 ഗുണം 2 എന്ന് എഴുതാം. സോ 5 ഡിവൈഡഡ് ബൈ 25ൻ്റെ റൂട്ട് 5, ബാക്കി റൂട്ട് 2. ഓക്കെ, ഇവിടെ നമുക്ക് 5 കട്ട് ചെയ്യാം. 5 കട്ട് ചെയ്താൽ എന്ത് കിട്ടും? 1/√2 കിട്ടും. പക്ഷെ 1/√2 ഓപ്ഷനിലില്ല. അതിനെ എന്ത് ചെയ്യുക? മുകളിലും താഴെയും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × √2 ആണ്. √2 × √2 വരും. ഓക്കെ, √2 ഡിവൈഡഡ് ബൈ 2 എന്നതാണ് നമുക്കിവിടെ ആൻസർ കിട്ടുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 16. മോഡുലസ് ഓഫ് എ ഈസ് ഈക്വൽ ടു 2 ആണ്. ബി എന്ന് പറയുന്നത് 2i - j - 3k ആണ്. എയും ബിയും തമ്മിലുള്ള കോണളവ് π/4 ആയിക്കഴിഞ്ഞാൽ എ ഡോട്ട് ബി എന്താണെന്നാണ് ചോദ്യം. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാമല്ലോ. എ ഡോട്ട് ബിയുടെ ഫോർമുല എന്താണ്? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡ് ബി ഇൻറ്റു കോസ് തീറ്റ. മോഡ് എ എന്ന് പറയുന്നത് 2, മോഡ് ബി കണ്ടുപിടിക്കുക. √a² + b² + c². 2ൻ്റെ സ്ക്വയർ 4, -1ൻ്റെ സ്ക്വയർ 1, 3ൻ്റെ സ്ക്വയർ 9, കോസ് π/4. തീറ്റ അവർ π/4 തന്നിട്ടുണ്ട്. 2 × 9 1 10 4 14, കോസ് 45 1/√2. റൂട്ട് a/√b എന്ന് പറയുന്നത് √a/b ആണെന്നറിയാം. സോ 2 × √14/2 എന്ന് വരും. 2 × √7. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ കിട്ടുക. ശരിയല്ലേ? 2√7. ഓപ്ഷൻ ബി ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. y +4y = 0 എന്ന അവകലജ സമവാക്യത്തിൻ്റെ പരിഹാരം കണ്ടുപിടിക്കുക. പരിഹാരം, ഇതിൻ്റെ സൊല്യൂഷൻ എടുക്കാനാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതിയാൽ എന്താണ് വരിക? m² + 4 = 0. m = +or - 2i എന്ന് വരും. ശരിയാണല്ലോ? അതായത് m² = -4 എന്ന് വരും. m = +or - 2i. സോ അതായത് 0 ± 2i, m1 ± m2i താരതമ്യപ്പെടുത്താം. കോംപ്ലക്സ് റൂട്ട് ആണെങ്കിൽ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ്റെ ഫോർമുല എന്താണ്? e⁻m1x × c1 cos m2x + c2 sin m2x. ഓക്കെ, സോ e⁻0x × m1ൻ്റെ വാല്യൂ 0, m2ൻ്റെ വാല്യൂ 2, c1 cos 2x + c2 sin 2x. e⁻0x 1 ആവും. ബാക്കി c1 cos 2x + c2 sin 2x. ഓപ്ഷൻ സി ആണ് ആൻസർ വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആ കേസസ് നന്നായിട്ട് ഓർത്ത് വെക്കാം കേട്ടോ. 3 പോസിബിലിറ്റീസ് ആണ് നമുക്ക് ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ വരിക. ഒന്ന് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്, m1, m2. ഇങ്ങനെയാണെങ്കിൽ c1 e⁻m1x + c2 e⁻m2x. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് റൂട്ട് കിട്ടുക. എന്ത് കേസിൽ? ഈക്വൽ റൂട്ട് വരുന്ന കേസിൽ. പിന്നെന്താണ് വരുന്നത്? സോറി, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. ഇനി ഈക്വൽ ആയിട്ട് വരാം. m, m എന്നുള്ള രീതിയിൽ സെയിം ആയിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ c1 + c2x × e⁻mx. ഈ രീതിയിലാണ് അതിൻ്റെ റൂട്ട് വരിക. പിന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ച കോംപ്ലക്സ് കേസ് ആണെങ്കിൽ ഇതാണ് ഫോർമുല. e⁻m1x × c1 cos m2x. അതായത് m1 ± m2i വരികയാണെങ്കിൽ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഫോർമുല e⁻m1x × c1 cos m2x + c2 sin m2x. ഇതെല്ലാം കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ വരുന്ന കേസസ് വേറെയും ഉണ്ട്, അതും പഠിക്കാനുള്ളതാണ് നിങ്ങൾക്ക്. ഓക്കെ, അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 18ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. y +3y + 2y = 0 എന്ന അവകലജ സമവാക്യത്തിൻ്റെ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. വി നീഡ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്സിലറി ഇക്വേഷൻ എഴുതാണെങ്കിൽ എന്താണ് വരിക? m² + 3m + 2 = 0.
m plus 1 into m plus 2 is equal to 0. m is equal to minus 1, m is equal to minus 2. Real and distinct roots. Y is equal to c1 e raised to m1x plus c2 e raised to m2x. ഓപ്ഷൻ സി ആണ് ആൻസർ വരും. ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 19ാമത്തെ ചോദ്യം. 3xy dash minus y is equal to 1 plus log x എന്ന അവകലജ സമവാക്യത്തിൻ്റെ IF കണ്ടുപിടിക്കുക, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. നമുക്കറിയാം OLDE, ഓർഡിനറി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിൻ്റെ ജനറൽ ഫോർമറ്റ് dy/dx പ്ലസ് py ഇസ് ഈക്വൽ ടു q എന്ന ഫോർമറ്റാണ്. അതിൻ്റെ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ IF അഥവാ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ e റൈസ് ടു ഇൻ്റഗ്രൽ pdx കണ്ടുപിടിക്കണം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിയാൽ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു dx. ഓക്കെ, ഇത് മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എടുക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലാക്കുക ആദ്യം. 3x y ഡാഷ് എന്ന് പറഞ്ഞാൽ dy/dx ഈക്വൽ ടു മൈനസ് y ഇസ് ഈക്വൽ ടു 1 പ്ലസ് log x. അപ്പം dy/dxൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആയിരിക്കണം, ശരിയല്ലേ? അപ്പം അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ത്രൂ ഔട്ട് 3x കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. സോ dy/dx മൈനസ് y/3x പ്ലസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് log x ബൈ 3x. 1 പ്ലസ് log x ഡിവൈഡഡ് ബൈ 3x. ഓക്കെ, അപ്പോൾ ഇവിടെ വൈയുടെ കോഫിഷ്യൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? വൈയുടെ ഗുണാങ്കം, ഗുണോത്തരമാണ് പി എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് പി മാത്രം മതി. പി എന്ന് പറയുന്നത് മൈനസ് 1/3x ആണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്, ഇ റൈസ് ടു ഇൻ്റഗ്രൽ മൈനസ് 1/3x dx, ഇ റൈസ് ടു മൈനസ് 1/3 ഇൻറ്റു ഇൻ്റഗ്രൽ 1/x dx, ഇ റൈസ് ടു മൈനസ് 1/3 ഇൻറ്റു 1/xൻ്റെ ഇൻ്റഗ്രൽ log x. n log a എന്ന് പറയുന്നത് log a റൈസ് ടു n ആണ്. log x റൈസ് ടു മൈനസ് 1/3. എക്സ്പൊണൻഷ്യൽ ലോഗരിതം ക്യാൻസലായി. സോ എക്സ് റൈസ് ടു മൈനസ് 1/3 വരും ആൻസർ. ഓപ്ഷൻ സി. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇ റൈസ് ടു ലോഗ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇ റൈസ് ടു ലോഗ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് തന്നെയാണ് ഉത്തരമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇ റൈസ് ടു ലോഗ് എക്സ് റൈസ് ടു മൈനസ് 1/3 എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു മൈനസ് 1/3 തന്നെയാണ് നമുക്കിവിടെ ആൻസറായിട്ട് വരിക. ഓക്കെ, 20ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇനി സോൾവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സ് ഇൻറ്റു വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ dy/dx പ്ലസ് y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി മൊത്തത്തിൽ എന്ത് ചെയ്യുക? എക്സ് കൊണ്ട് കട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? dy/dx പ്ലസ് y/x ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിനെ എക്സ് കൊണ്ട് കട്ട് ചെയ്താൽ എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് പിയുടെ വാല്യൂ കിട്ടി എന്താണ്? 1/x. ക്യൂവിൻ്റെ വാല്യൂ എന്താണ്? എക്സ് അല്ലേ? dy/dx പ്ലസ് py ഈക്വൽ ടു ക്യൂവുമായിട്ട് താരതമ്യപ്പെടുത്തി. പരിഹാരം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വേണം. ദാറ്റ് ഈസ് ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്, ഇ റൈസ് ടു ഇൻ്റഗ്രൽ 1/x dx, 1/xൻ്റെ ഇൻ്റഗ്രൽ log x, എക്സ്പൊണൻഷ്യൽ ലോഗരിതവും പോയ ആൻസർ എക്സ് വരും. ഓക്കെ, ഇനി ഇതിൻ്റെ സൊല്യൂഷൻ y ഇൻറ്റു എന്തായിരുന്നു? y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് ആയിരുന്നു സൊല്യൂഷൻ. സോ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ്, ഇൻ്റഗ്രൽ q എന്ന് പറയുന്നത് എന്താണ്? q എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് ഡി എക്സ്. സോ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് വരും. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ x³/3 പ്ലസ് സി എന്ന് വരും. അതായത് yx ഇസ് ഈക്വൽ ടു x³/3 പ്ലസ് സി എന്ന് വന്നു. അപ്പോൾ അവിടെ നിന്ന് y ആണ് വേണ്ടത്. മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് കൊണ്ട് കട്ട് ചെയ്യുന്നു. y ഇസ് ഈക്വൽ ടു ഇവിടെ yxനെ എക്സ് കൊണ്ട് കട്ട് ചെയ്താൽ എക്സ് പോവും. x³ എക്സ് കൊണ്ട് കട്ട് ചെയ്താൽ എക്സ് സ്ക്വയർ വരും /3 പ്ലസ് c/x. സോ y ഇസ് ഈക്വൽ ടു x³/3 പ്ലസ് c/x. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 21ാമത്തെ ചോദ്യം നോക്കിക്കോളൂ.
ഡാഷ് ഒരു സംഭവ്യേതര പ്രതിരൂപണ രീതിയാവുന്നു. യെസ്, ക്വാട്ട പ്രതിരൂപണമാണ് ഒരു സംഭവ്യേതര പ്രതിരൂപണ രീതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സംഭവ്യേതര പ്രതിരൂപണ രീതി എന്ന് പറഞ്ഞാൽ എന്താണോ ശ്രദ്ധിച്ചിരിക്കണേ. സംഭവ്യേതര പ്രതിരൂപണ രീതി എന്ന് പറഞ്ഞാൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ക്വാട്ട പ്രതിരൂപണമാണ് ഒരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്താണ്? പ്രോബബിലിറ്റി സാമ്പിളിങ്ങുകളുടെ എക്സാമ്പിളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 22. എന്താണ് ചോദ്യം? ഒരു പോപ്പുലേഷൻ്റെ പാരാമീറ്ററിൻ്റെ വിലയെക്കുറിച്ച് നടത്തുന്ന അനുമാനം, എക്സ്പെക്റ്റേഷൻ ആണ് എന്ത്? ഒരു പോപ്പുലേഷൻ്റെ പാരാമീറ്ററിൻ്റെ വിലയെക്കുറിച്ച് നടത്തുന്ന അനുമാനമാണ് ഹൈപ്പോത്തീസിസ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 23ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് പോപ്പുലേഷൻ മാധ്യമത്തിൻ്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ? അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് എ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് സാമ്പിൾ മീൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സാമ്പിൾ മീൻ. പോപ്പുലേഷൻ മാധ്യം, പോപ്പുലേഷൻ മീനിൻ്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് സാമ്പിൾ മീനാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 24. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു സാംഖ്യജം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക് അല്ലേ? ഇതിനകത്തൊരു സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? മീനാണ്, എക്സ് ബാർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 25ാമത്തെ ചോദ്യം. അസാധു പരികൽപ്പന, നൾ ഹൈപ്പോത്തിസിസ്, ശരിയായിട്ടും അത് തള്ളിക്കളയുന്നത്. റിജക്റ്റിംഗ് ഇഫ് ഇറ്റ് ഈസ് ട്രൂ എന്ന് പറയുന്നത് ടൈപ്പ് 1 എറർ അല്ലേ? തരം 1 പിശക്, ടൈപ്പ് 1 എറർ. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റിജക്റ്റിംഗ് വെൻ ഇഫ് ഇറ്റ് ഈസ് ട്രൂ എന്ന് പറയുന്നത് ടൈപ്പ് 1 എറർ ആണ്. 26ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. പ്രോബബിലിറ്റി ഓഫ് എ കോമ ബി എന്നീ ഇൻ്റർവെല്ലുകളിൽ പരമാവധി ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന കേസ് പാടില്ല. രണ്ടും കൂടെ വേണ്ട, പരമാവധി ഒരെണ്ണേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ബോത്ത് എ ആൻഡ് ബി പാടില്ല. അപ്പോൾ ബോത്ത് എ ആൻഡ് ബിയുടെ പ്രോബബിലിറ്റി ആണ് ചോദ്യം. എയും ബിയും ഇതിൻ്റെ പ്രോബബിലിറ്റി ആണ് ചോദ്യം. ഓക്കെ, അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി ആയ 1ൽ നിന്നും എയും ബിയും ആവാത്ത പ്രോബബിലിറ്റി കുറച്ചാൽ പോരെ. എയും ബിയും ആവാത്ത പ്രോബബിലിറ്റി ആണല്ലോ പരമാവധി ഒരെണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അത് പരമാവധി ഒരെണ്ണം എന്ന് പറയുമ്പോൾ പരമാവധി ഒരെണ്ണേ പാടുള്ളൂ, രണ്ടും പാടില്ല. ഇപ്പോൾ രണ്ടും വരുന്ന പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 1ൽ നിന്നും 9/13 കുറച്ചാൽ മതി. സോ 13 - 9/13 എന്ത് വരും? 4/13 വരും ആൻസർ. ഓപ്ഷൻ ഡി 4/13 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 27ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഒരു ട്രെയിൻ യാത്രയുടെ വിവിധ ഘട്ടങ്ങളിലെ വേഗത അറിയാമെങ്കിൽ ശരാശരി വേഗത കണക്കാക്കുന്നതിന് വേണ്ടി ഏത് കേന്ദ്ര പ്രവണതാമാനം എന്ന് പറഞ്ഞാൽ കേന്ദ്ര പ്രവണതാമാനം എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഏത് സെൻട്രൽ ടെൻഡൻസിയാണ് ഉചിതം? സെൻട്രൽ ടെൻഡൻസി കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജോമെട്രിക് മീൻ ഉണ്ട്, അരിത്തമെറ്റിക് മീൻ ഉണ്ട്, മീഡിയൻ ഉണ്ട്, ഹാർമോണിക് മീൻ ഉണ്ട്. ഇതൊക്കെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസീസ് ആണ്. അതിനകത്ത് ഏതാണ്? ഒരു ട്രെയിൻ യാത്രയിലെ വിവിധ ഘട്ടങ്ങളിലെ വേഗത അറിയാമെങ്കിൽ ശരാശരി വേഗത കണ്ടുപിടിക്കാം. അപ്പോൾ ശരാശരി വേഗതയുടെ ഫോർമുല തന്നെ നമുക്കറിയാം. 2 ഡിഫറെൻറ്റ് സിനാരിയോസ് ആണ് പറയുന്നതെങ്കിൽ, 2 വേഗതകളാണ് പറയുന്നതെങ്കിൽ, ഇപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള വേഗത എക്സും എയിൽ നിന്ന് ബിയിലേക്കുള്ള വേഗത എക്സും തിരിച്ചുള്ള വേഗത വൈയുമാണെങ്കിൽ 2xy/x+y എന്നുള്ളതാണ് ആവറേജ് സ്പീഡിൻ്റെ ശരാശരി വേഗതയുടെ ഫോർമുല. ഈ ഫോർമുല എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈയുടെയും എന്താണ്? ഹാർമോണിക് മീനാണെന്നറിയാലോ. സോ സന്തുലിത മാധ്യമം അഥവാ ഹാർമോണിക് മീനാണ്
വേഗതയുമായി ബന്ധപ്പെട്ട ശരാശരി വേഗത കണ്ടുപിടിക്കാൻ ഇവിടെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിക്ക് ഉപയോഗിക്കുന്നത് ഹാർമോണിക് മീൻ ആണ്. 28ാമത്തെ ചോദ്യം നോക്കോളൂ. 9, 3, x എന്നീ 3 സംഖ്യകളുടെ ജ്യാമിതീയ മാധ്യം എന്ന് പറഞ്ഞാൽ ജോമെട്രിക് മീൻ 9 ആണെങ്കിൽ എക്സിൻ്റെ വില എന്താണ്? ഓക്കെ, ജോമെട്രിക് മീൻ ഓഫ് a, b എന്ന് പറഞ്ഞാൽ ab⁻½ ആണെന്നറിയാം, അതായത് √ab. ജോമെട്രിക് മീൻ ഓഫ് a, b, c ആണെങ്കിലോ abc⁻⁴, അതായത് ക്യൂബ് റൂട്ട് ഓഫ് abc ABCD ആണെങ്കിൽ 4th റൂട്ട് വരും, ABCDE ആണെങ്കിൽ 5th റൂട്ട് വരും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ 3 പേരാണ്. സോ ക്യൂബ് റൂട്ട് ആണ് നമ്മൾ എടുക്കേണ്ടത്, ⁻⁴ ആണ്, അതായത് 9 × 3 × x ⁻⁴ ആണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? 9 തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുക? 2 സൈഡും ക്യൂബ് എടുത്താൽ നമുക്കിവിടെ 3 കട്ട് ചെയ്ത് കളയാം. ബാക്കി 9 × 3 × x ആണ്. 9³ എന്ന് പറഞ്ഞാൽ 9 × 9 × 9, ഒരു 9 നമുക്ക് കട്ട് ചെയ്യാം. 3യും ഒരു 9ഉം വെട്ടിയാൽ 3 വരും. x = 3 27. ഓപ്ഷൻ ബി 27 ആണ് നമുക്ക് എന്ത് കിട്ടുക? എക്സിൻ്റെ വില കിട്ടുക. ഓക്കെ, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം. എക്സിൻ്റെ വാല്യൂ നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടും? 27 കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 29ാമത്തെ ചോദ്യം. എയും ബിയും പരസ്പര വിരുദ്ധമായ സംഭവ്യങ്ങളാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്താണെന്നാണ് ചോദ്യം. പരസ്പര വിരുദ്ധമായ എന്ന് പറഞ്ഞാൽ ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഈവൻറ്റുകൾ. ഇഫ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻ്റ് ഈവൻസ് ദെൻ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 0 എന്ന് പഠിച്ചിട്ടുണ്ട്. എയും ബിയും പരസ്പര വിരുദ്ധമായ ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകളാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0 ആണ്. അപ്പം നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയുടെ ഫോർമുല എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് ഫോർമുല. അതിനകത്ത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0 എന്ന് പറഞ്ഞാൽ ഈ ടേം പോയി കിട്ടും. ബാക്കി പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി വരും ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ കിട്ടുക. 30ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. തന്നിരിക്കുന്ന പ്രാപ്താങ്കങ്ങളുടെ മാനക വ്യതിയാനം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. ആ ഒബ്സർവേഷൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം വേരിയൻസ് കണ്ടുപിടിക്കണം. വേരിയൻസിൻ്റെ 2 ഇക്വേഷൻ ഉണ്ട്. നമുക്കൊരു അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആണെങ്കിൽ എളുപ്പമുള്ളൊരു ഇക്വേഷൻ ഇതാണ്. σxi - x⁻² n ഉപയോഗിക്കാം, അല്ലെങ്കിൽ σxi² n σxi/n² എന്നുള്ള ഫോർമുല. 2 ഇക്വേഷൻസ് ഉണ്ട്. ഇതിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ആദ്യത്തെ ഫോർമുല ഉപയോഗിക്കുകയാണ്. ആദ്യം മീൻ കണ്ടുപിടിക്കുന്നു, x ബാർ കണ്ടുപിടിക്കുന്നു. ഓക്കെ, എല്ലാം കൂടെ ആഡ് ചെയ്യുക. 6 × 2 8, 8 × 3 11, 11 × 5 16, 4 20/5 4 വരും ആൻസർ. ഇനി എന്ത് ചെയ്യുക? xi - x ബാർ, ഓരോ ഒബ്സർവേഷനും ഈ മീനിൽ നിന്നുള്ള ഡീവിയേഷൻ കണ്ടുപിടിക്കുക. 4ഉം 2ഉം തമ്മിലുള്ള ഡീവിയേഷൻ 2, 6ഉം 4ഉം തമ്മിലുള്ളത് 2, 3ഉം 4ഉം തമ്മിലുള്ളത് 1, 5ഉം 4ഉം തമ്മിൽ 1, 4ഉം 4ഉം തമ്മിൽ 0. ഇനി ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 2ൻ്റെ സ്ക്വയർ 4, 2ൻ്റെ സ്ക്വയർ 4, 1ൻ്റെത് 1, 1ൻ്റെത് 1 0. ഇനി അതിൻ്റെ സമ്മേഷൻ എടുക്കുക. വേരിയൻസ് = 4 4 8 1 9 1 10 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 5, 10/5 2. ഇപ്പോൾ വേരിയൻസ് 2 കിട്ടി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയുന്നത് റൂട്ട് വേരിയൻസ് ആണ്. സോ √2 വരും ആൻസർ. ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ കിട്ടുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 2 കിട്ടിയ ഉടനെ ഓപ്ഷൻ എയിലേക്ക് പോകരുത്. വേരിയൻസ് അല്ല ചോദ്യം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ 31. ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് 15 km/h വേഗതയിലും ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് 10 km/h വേഗതയിലും സഞ്ചരിക്കുന്നു. അപ്പോൾ അവൻ്റെ ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ ആവറേജ് ഡിസ്റ്റൻസ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഫോർമുല എന്താണ്? 2xy/x + y. ഇതിൻ്റെ ഹാർമോണിക് മീൻ എടുത്താൽ പോരെ.
2 ഇൻറ്റു 15 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 15 പ്ലസ് 10. സോ 2 ഇൻറ്റു 15 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 25. 5 കൊണ്ട് കട്ട് ചെയ്താൽ 3 5 15, 5 25, 2 10, 2 6, 6 12. ഓപ്ഷൻ ബി 12 ആണ് ആൻസർ കിട്ടുക. ഓക്കെ ആണേ. 32ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. 100 വിലകളുടെ ആപേക്ഷികാവൃത്തി പട്ടിക നിർമ്മിച്ചു. അതിൽ 5ാമത്തെ വിലയുടെ ആപേക്ഷികാവൃത്തി 0.1 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആവൃത്തി എന്താണെന്നാണ് ചോദ്യം. ആപേക്ഷിക ആവൃത്തി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ബൈ ടോട്ടൽ ആണ്. സോ ഹിയർ റിലേറ്റീവ് ഫ്രീക്വൻസി 0.1 ആണ്. ഫ്രീക്വൻസി ബൈ ടോട്ടൽ 100 ഒബ്സർവേഷൻസ് ആണുള്ളത്. അവിടെ നിന്ന് ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 0.1 ഇൻറ്റു 100 ഈക്വൽ ടു 10 വരും ആൻസർ. ഓപ്ഷൻ ഡി 10 ആണ് ആൻസർ കിട്ടുക. ആവൃത്തി കണ്ടുപിടിച്ചല്ലോ, 10 ആണ് ആവൃത്തി വരിക. 33ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. ആരോഹണ സഞ്ചിതാവൃത്തി വക്രം എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഒജീവ് എന്ന് പറയാം. അവരോഹണ സഞ്ചിതാവൃത്തി വക്രം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഒജീവ്. ഇത് കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ വിലകളുടെ മധ്യാങ്കം അഥവാ മീഡിയൻ എന്ന് പറയും. 100% ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഒജീവ് കർവുകളുടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് മീഡിയൻ ആണ്. ഹിസ്റ്റോഗ്രാമിലുള്ള ലംബമായ ബാറുകൾ ആവൃത്തിക്ക് അനുപാതമായിരിക്കും. നമ്പർ ഓഫ് ഒബ്സർവേഷൻ അഥവാ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടാണ് വെർട്ടിക്കൽ ബാർസ് വരിക ഹിസ്റ്റോഗ്രാമിൽ. അതും ശരിയാണ്. പൈ ഡയഗ്രത്തിലെ ഓരോ വൃത്താംശം, ഓരോ സെക്ടറിൻ്റെയും വിസ്തീർണം അഥവാ ഏരിയ എന്ന് പറയുന്നത് വിവിധ ഇനങ്ങളുടെ അളവിന് അനുപാതമായിരിക്കും. 100% ശരിയാണ്. ഹിസ്റ്റോഗ്രാമിൻ്റെ അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. തെറ്റായിട്ടുള്ള പ്രസ്താവന. ഹിസ്റ്റോഗ്രാമിൻ്റെ ബാറിൻ്റെ മുകൾ ഭാഗത്തെ മധ്യബിന്ദുക്കളെ യോജിപ്പിച്ചാൽ സഞ്ചിതാവൃത്തി വക്രം കിട്ടുമോ? സഞ്ചിതാവൃത്തി ഒജീവ് കർവാണോ കിട്ടുന്നത്? അല്ല അല്ലേ. ഹിസ്റ്റോഗ്രാമിൻ്റെ ബാറുകളുടെ മധ്യബിന്ദുക്കളെ യോജിപ്പിച്ച് കിട്ടുന്ന സാധനത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്രീക്വൻസി പോളിഗൺ. ഫ്രീക്വൻസി പോളിഗൺ ആണ് നമുക്ക് കിട്ടുക. ശരിയല്ലേ. പിന്നെ അത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. 34ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇയും എഫും സ്വതന്ത്ര ഇവൻറ്റുകളാണെങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. ഇയും എഫും സ്വതന്ത്ര ഇവൻറ്റുകൾ, ഇൻഡിപെൻഡൻ്റ് ഇവൻറ്റുകൾ. സ്വതന്ത്ര ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ഈവൻസ്. എയും ബിയും 2 ഇവൻറ്റുകൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ് അല്ലേ. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ഇവൻറ്റുകളാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. അപ്പോൾ അത് പ്രകാരം ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ് വരേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എഫ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ആണ് വരേണ്ടത്. ഈ ഇൻ്റർസെക്ഷൻ എഫിന് പകരം നമ്മൾ പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് എന്ന് എഴുതാം, ഇൻഡിപെൻഡൻ്റ് ഇവൻറ്റുകളായതുകൊണ്ട്. സോ പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് മൈനസ് പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് എന്ന് വരും. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 35ാമത്തെ ചോദ്യം. എക്സ് വൈ എന്നീ ചരങ്ങൾ തമ്മിലുള്ള കാൾ പിയേഴ്സൺ സഹബന്ധ ഗുണാങ്കം 0.3 ആയിക്കഴിഞ്ഞാൽ 2x 3y എന്നിവ തമ്മിലുള്ള കാൾ പിയേഴ്സൺ സഹബന്ധ ഗുണാങ്കം എന്താണ്? കാൾ പിയേഴ്സൺസ് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്താണെന്നാണ് ചോദ്യം. നമുക്കറിയാം കാൾ പിയേഴ്സൺസ് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ്. കാൾ പിയേഴ്സൺസ് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. കാൾ പിയേഴ്സൺസ് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഒരിക്കലും ചേഞ്ച് ഓഫ് ഒറിജിനെ അഫക്റ്റ് ചെയ്യുന്നില്ല, ചേഞ്ച് ഓഫ് സ്കെയിലിനെയും അഫക്റ്റ് ചെയ്യുന്നില്ല. കൂട്ടിയാലോ കുറച്ചാലോ പ്രശ്നമില്ല, മൾട്ടിപ്ലൈ ചെയ്താലും പ്രശ്നമില്ല. പക്ഷേ കോവേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ചേഞ്ച് ഓഫ് സ്കെയിലിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ റേഷ്യോ ആയതുകൊണ്ട് ആ ചേഞ്ച് കട്ടായി പോകുന്നതാണ് കേട്ടോ, അല്ലാതെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല.
ഫോർമുലയിൽ കോവേരിയൻസും ന്യൂമറേറ്ററിൽ കോവേരിയൻസും ഡിനോമിനേറ്ററിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസും ഉണ്ട്. കോവേരിയൻസ് ചേഞ്ച് ഓഫ് സ്കെയിലിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ കോവേരിയൻസ് ആയാലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയാലും ചേഞ്ച് ഓഫ് ഒറിജിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ചേഞ്ച് ഓഫ് സ്കെയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സ്കെയിലിംഗ് ഫാക്ടറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറായിട്ടാണ് വരിക. അത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് ക്യാൻസലായി പോയിട്ട് നോ എഫക്റ്റ് എന്നുള്ള രീതിയിൽ കിട്ടുന്നതാണ്. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. വി ക്യാൻ സേ ദാറ്റ് ജനറലി it will cannot affected by the change of scale and change of origin. സോ നേരത്തെയുള്ള 0.3 തന്നെയാണ് നമുക്ക് വീണ്ടും കിട്ടുക. ഓപ്ഷൻ സി 0.3 തന്നെയാണ് ഉത്തരം. 36ാമത്തെ ചോദ്യം നോക്കോളൂ. ആർ എന്നത് കാൾ പിയേഴ്സൺ സഹബന്ധ ഗുണാങ്കം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ആറിൻ്റെ ഫോർമുല. ഈ സമാശ്രയ ഗുണാങ്കങ്ങളുടെ ജാമിതീയ മാധ്യമാണല്ലോ ഈ കാണുന്നത്. അതെന്താണ്? ആറാണ്. ഓപ്ഷൻ എ ആറാണ് ആൻസർ വരിക. ആർ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ്. ഇതേ ചോദ്യം തന്നെ ബി വൈ എക്സ് ബി എക്സ് വൈ എന്നീ സമാശ്രയ ഗുണാങ്കങ്ങളുടെ ഗുണനഫലം എന്നായിരുന്നു ചോദ്യമെങ്കിൽ ഓപ്ഷൻ ബി ആർ സ്ക്വയർ ആയിരുന്നതിന് ആൻസർ. ഈ സമാശ്രയ ഗുണാങ്കങ്ങളുടെ ജാമിതീയ മാധ്യം ചോദിച്ചത് കൊണ്ട് നമുക്ക് റൂട്ട് ഓഫ് ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് ആയിട്ടുള്ള ആറ് തന്നെയാണ് നമ്മുടെ ഉത്തരം. ഇതിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് ആൾക്കാരും പോസിറ്റീവ് ആണെങ്കിൽ, ബി എക്സ് വൈയും ബി വൈ എക്സും പോസിറ്റീവ് ആണെങ്കിൽ ആറ് പോസിറ്റീവ് ആയിരിക്കും. രണ്ടുപേരും നെഗറ്റീവ് ആണെങ്കിൽ ആറ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, 37ാമത്തെ ചോദ്യം നോക്കോളൂ. ഇരുപത് പ്രാപ്താങ്കങ്ങളുടെ സമാശ്രയ വിശകലനത്തിലെ രണ്ട് സമാശ്രയ രേഖകൾ കോൺഗ്രുവൻ ലൈൻസ് എന്ന് പറയുന്നത്, ലീനിയർ റിഗ്രഷൻ ലൈൻസ് എന്ന് പറയുന്നത് 10y + 7x - 4 = 0യും 5x + 9y - 1 = 0യും എന്നിവയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്കറിയാം, ഇതിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആണ് മീൻ, എക്സ് ബാർ വൈ ബാർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് സോൾവ് ചെയ്ത് എക്സ് എടുത്താൽ മതി. 7x + 10y - 4 = 0, 5x + 9y - 1 = 0. എക്സ് മാത്രം മതി, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിറ്റർമിൻ മെത്തേഡ് ചെയ്യാണ്. എക്സ് ബൈ എന്ത് വരും? എക്സ് ഇല്ലാത്ത ആൾക്കാർ 10 - 4 9 - 1 ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആകുമ്പം 1 കോൺസ്റ്റൻ്റ് ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളവർ 7 10 5 9. സോ എക്സ് ബൈ എന്താണ് വരിക? -10 + 36 1 63 - 50. സോ എക്സ് ബൈ എന്ത് വരും? 26 = 1 63 നിന്നും 50 കുറച്ചാൽ 13. ഓക്കെ, അവിടെ നിന്ന് എന്ത് കിട്ടും? എക്സ് = 26/13 = 2. ഓപ്ഷൻ ബി 2 എക്സിൻ്റെ വാല്യൂ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 38ാമത്തെ ചോദ്യം. ഒരു അനിയത ചരമായ എക്സിൻ്റെ സംഭവ്യത ഘനത്വ ഏകതം പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x/k ആണ്. എക്സ് = 1 2 3 ആണ് എങ്കിൽ കെയുടെ വില കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, എന്തുവരും? ഇത് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്, സംഭവ്യത ഘനത്വ ഏകതമാണ്. നോക്കണേ, ഇവിടെ എക്സിൻ്റെ വാല്യൂസ് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് അതിൻ്റെ സിഗ്മ പി ഓഫ് എക്സ് 1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് എക്സ് = 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് = 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് = 3 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, സെറ്റല്ലേ മക്കളെ? നോക്കണേ, ഇതിനകത്ത് നമ്മൾ വാല്യൂ കൊടുക്കുക. 1 കൊടുത്താൽ 3/k പ്ലസ് 2 കൊടുത്താൽ 6/k പ്ലസ് 3 കൊടുത്താൽ 9/k = 1, 18/k = 1,
അതായത് k ഈസ് ഈക്വൽ ടു 18 വരും ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുക. 39ാമത്തെ ചോദ്യം. ഒരു നാണയം 3 തവണ എറിയുമ്പോൾ ലഭിക്കുന്ന തലകൾ എന്ന് പറഞ്ഞാൽ ഹെഡിൻ്റെ എണ്ണത്തിൻ്റെ ഗണിത പ്രതീക്ഷ എന്താണ് എന്നാണ് ചോദ്യം. നമ്പർ ഓഫ് ട്രയൽ 3 ആണ്. പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഹാഫ് ആണ്. ഓക്കെ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം. അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് NP ആണ്. ദാറ്റ് ഈസ് 3 × 1/2. 3/2 1.5 ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. 40ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 40. ഒരു തുടർച്ചരമായ എക്സിൻ്റെ സംഭവ്യതാ സാന്ദ്രത ഏകതം താഴെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഇത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ്, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനാണ്. എന്താണ് വരിക? ഇൻ്റഗ്രൽ 4 തുടങ്ങി മാക്സിമം വാല്യൂ 9 വരെയുള്ള f(x) 1/8 dx ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം. സോ 1/8 ഇൻറ്റു ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ആണ്. ഓവർ ദ ലിമിറ്റ് 4 to 9, 1/8 ഇൻറ്റു 9 - 4. സോ 5/8 വരും ആൻസർ. ഓപ്ഷൻ ഡി 5/8. 41ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. എക്സിൻ്റെ വ്യതിയാനം വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഓഫ് 2x + 4 എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് AX + B ആണെങ്കിൽ അത് A ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ബി ആണ്. വേരിയൻസ് ഓഫ് AX + B ആണെങ്കിൽ വേരിയൻസ് ചേഞ്ച് ഓഫ് സ്കെയിൽ എഫക്റ്റ് ചെയ്യും. A² ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്, വേരിയൻസ് ഓഫ് ഒറിജിൻ എഫക്റ്റ് ചെയ്യില്ല, +0 എന്ന് വരും. സോ A² ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് എന്നാണ് ആൻസർ വരും. സോ വേരിയൻസ് ഓഫ് 2x + 4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2² ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് 4 ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്, 4 ഇൻറ്റു 3, ആൻസർ 12 വരും. ഓപ്ഷൻ ഡി ആണ് ആൻസർ കിട്ടുക. ഓക്കെ ആണേ, ഓപ്ഷൻ ഡി 12 ആണ് നമുക്ക് ആൻസർ കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 42ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഒരു നല്ല പുസ്തകത്തിൻ്റെ ഒരു താളിൽ കാണുന്ന അച്ചടി പിശകുകൾ ഡാഷ് സംഭവ്യതാ വിതരണമാണ്. ഓക്കെ, അച്ചടി പിശകുകൾ എന്ത് ടൈപ്പ് ഡിസ്ട്രിബ്യൂഷനാണ്? ദാറ്റ്സ് എ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. കാരണം എന്താ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലുള്ള നമ്പർ ഓഫ് ട്രയൽസ് വളരെ കൂടുതലും പ്രോബബിലിറ്റി ഓഫ് സക്സസ് വളരെ കുറവുമാണെങ്കിൽ ഈ ലിമിറ്റിംഗ് കേസിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് അപ്രോക്സിമേറ്റഡ് ടു പോയിസോൺസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പുസ്തകം നോക്കുകയാണെങ്കിൽ അതിനകത്ത് എറർ വരാനുള്ള, ടൈപ്പിംഗ് മിസ്റ്റേക്സ് വരാനുള്ള പ്രോബബിലിറ്റി ഓഫ് സക്സസ് വളരെ കുറവാണ്. ഓക്കെ, പക്ഷേ ധാരാളം പേജുകൾ ഉണ്ടാവുകയും ചെയ്യും. നമ്പർ ഓഫ് ട്രയൽസ് വളരെ കൂടുതലുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക? പോയിസോൺസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ ഉത്തരം കിട്ടുക. 43ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. പാരാമീറ്റർ എന്നും പിയുമായിട്ടുള്ള ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് NP ആണെന്നും വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് NPQ ആണെന്നും പഠിച്ചിട്ടുണ്ട്. P+Q 1 ആണെന്നറിയാം. പ്രോബബിലിറ്റി ഓഫ് സക്സസും പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയറും കൂട്ടുന്ന 1 ആണ്. ഫ്രം ദാറ്റ് Q ഈസ് ഈക്വൽ ടു 1 - P, NP ഇൻറ്റു 1 - P എന്ന് വരും. ഓപ്ഷൻ ബി ആണ് ആൻസർ കിട്ടുക. 44ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി ഉള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ പേരെന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ, നെഗറ്റീവ് ബൈനോമിയൽ ആണോ, പോയിസോൺസ് ആണോ, ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണോ? ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി ഉള്ള നമുക്ക് പഠിക്കാനുള്ള ഒരേ ഒരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് തീർച്ചയായും ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷനാണ്. 45ാമത്തെ ചോദ്യം. എക്സ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് σ².
ഈ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്ത എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റിലേക്ക് അതിനെ മാറ്റി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പി ഡി എഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ആക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ മീൻ 0യും വേരിയൻസ് സിഗ്മ സ്ക്വയർ 1ഉമായിരിക്കും. ഓക്കെ, അതായത് n ഓഫ് 0 1ലേക്കാണ് നമ്മൾക്കിത് കിട്ടുക. ശരിയല്ലേ? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റിലേക്ക് മാറ്റും. ഇങ്ങനെയാണ് വരിക. ഓപ്ഷൻ എ n ഓഫ് 0 1. ഇതിൽ നിന്ന് കിട്ടുന്ന കർവിൻ്റെ ഷേപ്പ് ബെൽ ഷേപ്പ്ഡ് കർവാണെന്നും അത് സിമെട്രിക് ആയിട്ടുള്ള കർവാണെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മസ്റ്റായിട്ട് പഠിച്ചു വെക്കണേ. 46ാമത്തെ ചോദ്യം നോക്കോളൂ. എക്സ് എന്ന റാൻഡം വേരിയബിള് അതിൻ്റെ MGF മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. mx ഓഫ് t ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് e റൈസ് ടു tx. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 5x ഓഫ് t ആണെങ്കിൽ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് e റൈസ് ടു itx. രണ്ടും ഓർത്ത് വയ്ക്കുക കേട്ടോ. ഏതാണ് ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 47ാമത്തെ ചോദ്യം നോക്കോളൂ. എക്സും വൈയും രണ്ട് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ ആണ്. കാരണം എന്താ? വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് മൈനസ് വൈ എന്ന് വരും. വേരിയൻസ് ഓഫ് എ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ് അല്ലേ? വേരിയൻസ് ഓഫ് എ എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്. അത് പ്രകാരം 1 സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് മൈനസ് 1 സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് വൈ എന്ന് വരും. ദാറ്റ് ഈസ് വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ. ഓപ്ഷൻ എ ആണ് ആൻസർ കിട്ടുക. 48ാമത്തെ ചോദ്യം നോക്കോളൂ. എക്സും വൈയും രണ്ട് റാൻഡം വേരിയബിളുകളാകുന്നു എങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി എക്സ് ബൈ വൈയുടെ പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദ്യം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ബൈ പ്രോബബിലിറ്റി ഓഫ് വൈ. ഡെഫിനിഷൻ ഓഫ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഓപ്ഷൻ ഡി ആണ് ആൻസർ കിട്ടുക. 49ാമത്തെ ചോദ്യം. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ റേഞ്ച് -1 to 1 ആണ്. ഓക്കെ, എസ് ബിയുടെ റേഞ്ചും നമുക്കറിയാം -1 to 1 ആണ്. ഇത് രണ്ടും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണേ. 50ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. f of x equal to 1/9 into e raised to minus ax for x greater than 0 and 0 elsewhere എന്നത് ഒരു സംഭവ്യത സാന്ദ്രത ഏകതമാണെങ്കിൽ എയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ്? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ തീറ്റ ഇ റൈസ് ടു മൈനസ് തീറ്റ എക്സ്. അപ്പോൾ എയുടെ വാല്യൂ 1/9 തന്നെ വരണം എന്ന് ഒറ്റ നോട്ടത്തിൽ പിടിക്കാവുന്നതേ ഉള്ളൂ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ PDF-ൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to infinity 1/9 into e raised to minus ax dx. ഇത് 1 കിട്ടണം അല്ലേ? സോ 1/9 into e raised to minus axൻ്റെ ഇൻ്റഗ്രൽ e raised to minus ax by minus a. ദിസ് ഷുഡ് ബി 1 ഫ്രം 0 to infinity. -1/9 a ഇങ്ങോട്ട് മാറ്റി നിർത്താം. e raised to minus infinity 0, e raised to 0 1 is equal to 1. 2 മൈനസ് പ്ലസ് ആവും. 1/9 a is equal to 1 എന്ന് വരും. അവിടുന്ന് a is equal to 1/9 എന്നും കിട്ടും. സോ എയുടെ വാല്യൂ എന്താണ്? 1/9 ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് നോക്കാനുണ്ടായിരുന്നത്. 50 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ക്ലാസ്സിൽ. തീർച്ചയായിട്ടും കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ 3-4 ദിവസങ്ങളും കൂടെ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റ് വരട്ടെ. ഓക്കെ, സോ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.